ഹലോ, വെൽക്കം ടു ഡ്രീമി ഡെസ്ക്. മുട്ട കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, നമ്മളിന്ന് കുക്കിംഗ് ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു മുട്ട ക്യാൻഡിലാണ്. അതേന്നെ, ഒരു മുട്ട മെഴുകുതിരി. പേര് കേട്ടിട്ട് മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന മെഴുകുതിരിയാണെന്നൊന്നും വിചാരിക്കല്ലേ. ഇതൊരു മുട്ടേൻ്റെ ഷേപ്പുള്ളൊരു മെഴുകുതിരിയാണ്. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് പോലെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് മുട്ടയെല്ലാം പുറത്തെടുക്കുക. എന്നിട്ട് ആ ഷെല്ല് നല്ലോണം കഴുകിയെടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുകുതിരിയിലേക്ക് വരാം. ഇനി ആ മെഴുകുതിരിനെ ഇതേപോലെ ഒടിച്ചൊടിച്ചിടുക. ഒടിച്ചിടുമ്പോൾ നൂല് പൊട്ടാതെ എടുത്താൽ നൂല് നമുക്ക് നമ്മുടെ മെഴുകുതിരിയിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇഷ്ടമുള്ളൊരു ക്രയോൺ ഇട്ടിട്ട് ഉരുക്കിയെടുത്താൽ ഇതേപോലെ കളർ വരും. ക്രയോൺ ഇടുന്നത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മിസ്സായി പോയെന്നാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ മുട്ട ഞാൻ പ്രതീക്ഷിച്ചതിലും കുറച്ചധികം വലുതായിപ്പോയി. കാരണം ഞാനെടുത്തൊരുക്കിയ മെഴുക് അതിൽ തികയുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മെഴുകും കൂടി ഒരുക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ആഡ് ചെയ്യാനായിട്ട് കറക്റ്റ് ഷെയ്ഡിലുള്ള ക്രയോൺ എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ ഞാനൊരു പിങ്ക് കളർ കൊടുത്തു. പക്ഷേ എനിക്ക് ഫുൾ കൺഫ്യൂഷനായിരുന്നു രണ്ടും കൂടി മാച്ചാവോ എന്നൊക്കെ. തണുത്ത് കഴിഞ്ഞ് ഇതേപോലെ തോടിളക്കിയെടുക്കുക. തോടിളക്കി വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം രണ്ട് കളറും കൂടി പെർഫെക്റ്റ് മാച്ചായിരുന്നു. എന്തായാലും നമ്മുടെ മുട്ട മെഴുകുതിരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. മുട്ടേൻ്റെ ഒരു ഷേപ്പൊക്കെയുള്ള മുട്ട ക്യാൻഡിൽ എന്തെങ്കിലും പറയാം. നോക്ക്, നല്ല ഭംഗിയിലെ കാണാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്യൂട്ടായിട്ടുള്ളൊരു മെഴുകുതിരിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.